പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ RDD ഓഫീസിലേക്ക് ഇന്നും MSFന്റെ പ്രതിഷേധമാണ്. RDD ഓഫീസ് പൂട്ടിയിട്ടാണ് പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങൾ. മലപ്പുറത്ത് RDD ഓഫീസിലേക്ക് MSF പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഉയർത്തിയാണ് MSFന്റെ പ്രതിഷേധം. ഇന്നലെയും ഇതേ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും പ്രതിഷേധം കനക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മലപ്പുറത്ത് MSFന്റെ പ്രതിഷേധമാണ്. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് അവർ ഇപ്പോൾ സമരം ചെയ്യുന്നത്. സീറ്റ് ക്ഷാമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് MSF പ്രവർത്തകർ മലപ്പുറത്തെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അതിനുശേഷം അവർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് RDD ഓഫീസിലാണ് MSF പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്നലെ MSFന്റെയും KSUവിൻ്റെയും പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ കാലിൽ തൂക്കിയെടുത്തുകൊണ്ട് പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. മലപ്പുറത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. MSF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മലപ്പുറത്ത് MSF പ്രവർത്തകർ ഇപ്പോൾ RDD ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. പ്ലസ് വൺ സീറ്റ് ക്ഷാമമുയർത്തിയാണ് പ്രതിഷേധം. 25,000-ഓളം വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സീറ്റ് കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലാണ് MSF പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് RDD ഓഫീസിന് മുന്നിൽ നീക്കം ചെയ്തു. നമുക്കൊപ്പം അഷ്കർ ചേരുന്നുണ്ട്. അഷ്കർ, ഇപ്പോൾ പ്രവർത്തകരെ മുഴുവൻ നീക്കം ചെയ്തോ? അതും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലപ്പുറം RDD ഓഫീസ് പൂട്ടിയിട്ടിട്ട് MSF പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ RDD ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിക്കാനായിരുന്നു MSFന്റെ ആഹ്വാനം. പക്ഷേ RDD ഓഫീസിൽ പോലീസ് കനത്ത കാവൽ ഏർപ്പെടുത്തി. എന്നാൽ താഴത്തെയുള്ള പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ RDD ഓഫീസിന് സമീപത്തെങ്കിലും അത് പൂട്ടിയിട്ട് പ്രതിഷേധിക്കാനുള്ള MSFന്റെ നീക്കത്തെ പോലീസ് പ്രതിരോധിച്ചു. തുടർന്ന് അവിടെ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ RDD ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ബലപൂർവ്വം ബലപ്രയോഗം നടത്തി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലെ രൂക്ഷമായ പ്രതിഷേധം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമാക്കുന്നതിനിടയിലാണ് MSFന്റെ പ്രതിഷേധം. തുടർച്ചയായ ദിവസങ്ങളിൽ MSF പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ KSUവും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുക, സർക്കാർ നിലപാട് തിരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ MSF സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും മലപ്പുറം ജില്ലയിലെ ഓരോ മേഖലകളിലും RDD ഓഫീസുകളാണെങ്കിലും DD ഓഫീസുകളാണെങ്കിലും ഒക്കെ തന്നെ ദിവസവും പ്രതിഷേധത്തിൻ്റെ ചൂട് അറിയുന്നു എന്നുള്ളതാണ് ഈ ജില്ലയിലെ സാഹചര്യം. വലിയ ബലപ്രയോഗത്തിലൂടെയാണ് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലടക്കം സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കടക്കം സീറ്റില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തുടരുന്നത്. ആദ്യഘട്ടത്തെ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റ് കൂടി പൂർത്തിയാകുമ്പോഴും മെറിറ്റിൽ 44 സീറ്റുകൾ അവശേഷിക്കുമ്പോഴും 32,410 വിദ്യാർത്ഥികളാണ് ഇപ്പോഴും പ്ലസ് വൺ സീറ്റ് അവസരം കാത്തിരിക്കുന്നത്. മറ്റ് സംവരണ കോട്ടകൾ കഴിച്ചാൽ പോലും 1,00,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാത്ത സാഹചര്യം. സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാൽ പോലും 15,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റില്ലാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാവുന്നത്. ഇന്ന് മലപ്പുറം MSF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മലപ്പുറം RDD ഓഫീസിലേക്ക് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹയർ സെക്കൻഡറി കാര്യാലയം പ്രവർത്തിക്കുന്ന ശിവസേനത്തെ RDD ഓഫീസിലേക്കായിരുന്നു ഇപ്പോൾ
നടക്കുന്നത്. മലപ്പുറത്തുള്ള MSF പ്രതിഷേധത്തിൽ പങ്കെടുത്ത MSF പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കി. അവരെ ഇപ്പോൾ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി RDD ഓഫീസിലാണ് ഇപ്പോൾ MSF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. +1 സീറ്റ് പ്രതിസന്ധി ഉയർത്തിയാണ് ഈ പ്രതിഷേധം ഇപ്പോൾ നടന്നത്. 25,000-ഓളം വിദ്യാർത്ഥികളാണ് നിലവിൽ +1 സീറ്റ് ലഭ്യമാകാതെ പുറത്താവുക എന്നാണ് അഷ്കർ റിപ്പോർട്ട് ചെയ്യുന്നത്. അഷ്കർ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടറുടെ കാര്യാലയമാണ് ഇപ്പോൾ MSF പ്രവർത്തകർ ഉപരോധിച്ചത്. ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.